ഹേയ് ഗായ്സ്, അപ്പോൾ താണ്ട് ഇന്ന് രാത്രിയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് എത്തിയിട്ടില്ല, വഴിക്ക് എത്തിയപ്പോൾ താണ്ട് ഇത് ജൊറാസിക് പാർക്കിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മുടെ അവഞ്ചേഴ്സ് ടീം വന്നായിരുന്നു, നമ്മുടെ അയൺ ജയൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോണത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോവുകയാണ് ഞാൻ. ഇതാണ്ട് ഈ വഴിയൊക്കെ ക്ലോസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ കറങ്ങി പോകേണ്ടി വരും. അതാണിപ്പോൾ ചടപ്പായിരുന്നു കേട്ടോ. എൻ്റെ പെട്രോളും ഇല്ല, ബൈക്കൊന്ന് ഓഫാകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ഫുട്പാത്തിലൂടെ വണ്ടി കയറ്റിയാൽ നമുക്ക് ആകെ വരുന്നൊരു സീനെന്ന് പറഞ്ഞാൽ ക്യാമറ ഫൈൻ അടിക്കും. പോലീസുകാർ പിന്നെയും സീനില്ല, ക്യാമറ ഫൈൻ അടിച്ചാൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് വേറെ വഴിയില്ല, ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്താൽ നമുക്ക് എത്തായിരുന്നു. പക്ഷേ ഇനി ചുറ്റി വളയണം. നമ്മുടെ ജൊറാസിക് പാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നമ്മുടെ വീട്ടിലേക്കുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എപ്പോഴും ഓഫ് ആവുമെന്ന് അറിയില്ല ഗൈസ്. വണ്ടി ഓഫ് ആവുന്നതിന് മുമ്പ് നമുക്കൊന്ന് ബീച്ചിൽ പോയിട്ട് വരാം. ജസ്റ്റ് അവിടെ ആരും ഉണ്ടാകത്തില്ല, ജസ്റ്റ് ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി അവിടെ കുറച്ച് നേരം നമുക്ക് ഇരുന്നിട്ട് പോകാം കേട്ടോ. ഇതെന്ത് റോട്ടിൽ ഗൈസ്, അയ്യോ വണ്ടി ഗൈസ്, വണ്ടി നിന്നു ഗൈസ്. വണ്ടി ചെറുതായിട്ട് വലിയുണ്ട്, പക്ഷേ നിന്നു. ഗൈസ് വണ്ടി നിന്നു. അതെന്താ ലേറ്റ് ഓണായത്? ഗൈസ് വണ്ടി ലേറ്റ് ഓണായിട്ടാണ് നിന്നത് കേട്ടോ. ഗൈസ് ഇനി എന്തായാലും മൂഞ്ചി, നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ വിളിക്കാം, അല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. നമ്മളെ സൈറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാരുടെ ഈ നട്ടപ്പാതിരയ്ക്ക് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? എന്താ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഗൈസ്? ഒരു പാട്ടൊന്നും ഇല്ലാതെയാണോ ഡാൻസ് കളിക്കുന്നത്? ഇതിന് വട്ടാണോ ഗൈസ്? ആരായാലും നമുക്കെന്താ, ഞാനിവിടുന്ന് പോവാ. ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരനൊന്ന് കോൾ ചെയ്തിട്ട് അവനോട് വരാൻ പറയണം ഗൈസ്, എങ്കിലേ നമുക്കിനി ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ കൂട്ടുകാരൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. അവനെന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൈസ് അവണ് പോയി ഗൈസ്, അതിവിടെ പോയി. അതിൻ്റെ പാട്ടിന് പോയിക്കോട്ടെ, അതിപ്പോൾ എന്തിനാണ്? അതാണ്ടേ നമ്മളെ കൂട്ടുകാരൻ നമ്മളെ ഫോർച്യൂണർ എടുത്ത് വരുന്നുണ്ട്. അവൻ്റെ വണ്ടിയാണ് എൻ്റെ കയ്യിൽ, എൻ്റെ വണ്ടിയാണ് അവൻ്റെ കയ്യിൽ. അപ്പോൾ ഇതെന്തായാലും അവൻ രാവിലെ വന്നെടുത്തോളും. എടാ അത് ഒതുക്കിയിടണം. എടാ ഞാനിവിടെ വന്നപ്പോ ഒരു പെണ്ണ് താണ്ട് ഇവിടെ വന്ന് ഡാൻസ് കളിക്കുന്നു, അത് പാട്ടൊന്നുമില്ലാതെ. എല്ലാ ഞാൻ എൻ്റെ ശരിക്കും എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ, ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. എല്ലടാ എടാ, ഞാൻ സീരിയസ് ആടാ പറയണത്, ഞാൻ കണ്ടതാണേ. പിന്നെ അങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങിക്കണെങ്കിൽ നമ്മളെ സിറ്റിയിൽ ആദ്യം അറിയുന്നത്. നീ ചുമ്മാ പുഴ അടിക്കാതെ പോയേ. ഗൈസ് നല്ല ഉറക്കം വരുന്നുണ്ട്, നാളെ രാവിലെ നമ്മളെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ നമ്മളെ കൂട്ടുകാരൻ്റെ പരിപാടിക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കയ്യിൽ ബൈക്ക് ഉണ്ട്. അപ്പോൾ ബൈക്ക് നമ്മുടെ കൂട്ടുകാരൻ കൊടുന്നു, പക്ഷേ ഫോർച്യൂണർ കൊടുത്തിട്ടില്ല. അവൻ ബൈക്ക് കൊണ്ട് രാവിലെ പോയിട്ട് അവൻ്റെ ലംബോർഗിനി എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അതൊക്കെ വാങ്ങി ഞാൻ അങ്ങനെ ഇവൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമ്മളെ പരിപാടി നടക്കുന്നത് കേട്ടോ. നമുക്ക് തീരെ ടൈമില്ല, മൊത്തം സെറ്റാക്കിയിട്ട് അവനിങ്ങോട്ട് കൊണ്ടാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ഇനി രാത്രി കാണാം ഗൈസ്. എല്ലാവരും 5 പേര് 5 വഴിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇനി നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നമുക്ക് പോകാം ഗൈസ്. മൂഞ്ചി ഗൈസ്, ബൈക്കിൽ പെട്രോൾ ഇല്ല, അതുപോലെ തന്നെ അവിടെ തൂക്കിയിട്ട ട്യൂബിൻ്റെ ബൾബ് തലേക്ക് ചാടി ഗൈസ്. ആകപ്പാടെ എന്തൊക്കെ പോലെ. ഇതാര്? ഇതാ പെണ്ണല്ലേ ഗൈസ്? മറ്റേ ഞാൻ ഇന്നലെ രാത്രി കണ്ടത് ആണ്, അതന്നെയാണ്. ഇന്നലെ രാത്രി കണ്ട പെണ്ണെന്താ ഇവിടെ വന്നിക്കുന്നത് ഗൈസ്? ഇതെന്താ എൻ്റെ മുന്നിൽ മാത്രമല്ല വരുന്നത്? എടാ ഇതിനെന്ത് പരിപാടി രാത്രി ഗൈസ്? ഇത് പാട്ടൊന്നും ഇല്ലാതാണ് ഡാൻസ് കളിക്കുന്നത് ഗൈസ്. ഞാൻ എന്തായാലും പോവാണ്. എന്തിനപ്പം ഞാൻ നോക്കുന്നത്? അതിന് വട്ടാണ് തോന്നുന്നു ഗൈസ്. ഞാൻ എന്തായാലും പോട്ടെ, തല കറങ്ങുന്നേ. ഞാൻ ഏത് നിമിഷം കൂടെ വിൽക്കും. ഗൈസ് അയ്യോ, തല ആകപ്പാടെ കറങ്ങുന്നു. എന്ത്
ഓ ചില്ലൊന്നും കുത്തി കയറിയിട്ടില്ല തലയിൽ, അതുകൊണ്ട് സീനില്ല. അതാരാ? ആരോട് വന്നേ? സ്വപ്നായിരുന്ന ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഈ പെണ്ണ് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വന്നോന്ന്. താൻ്റെ മുകളിൽ നിന്നൊരു മെഷീൻ ഓണാക്കിയ സൗണ്ട്. നിങ്ങൾ കേട്ടാ? താൻ്റെ ഒരു മെഷീൻ ഓണാക്കിയ സൗണ്ട്. ഒരു മിനിറ്റ്, ഒന്നുമില്ല. ഓക്കെ, ആ ഗേറ്റിൻ്റെ അവിടെ എന്തോ കണ്ട പോലെ. ഇവിടെ ഈ മെഷീൻ പിന്നെ ഓണായിട്ടാണ് കിടക്കുക. ഇതിൻ്റെ സൗണ്ട് വേറെയാണ്, പക്ഷെ ഇതല്ല ഞാൻ കേട്ട സൗണ്ട്. അതെന്ത് സൗണ്ടാണ്? താണ്ട ആ പെണ്ണ്. എടാ ഇത് വീണ്ടും വന്നാ? ഈ പെണ്ണിന് വട്ട് തന്നെയാട്ടോ ഗൈസ്. ഇനി വഴിയില്ല, ഈ ഒരു സിറ്റിയിൽ തന്നെ അതിനെ അടിച്ച് പുറത്താക്കല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. ഇതിനെന്ത് കേട്? രാത്രി ഉറങ്ങാൻ വയ്ക്കുന്നില്ല, വീട്ടിൽ വന്ന് കയറിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. പാട്ട് പോലും ഇല്ല. ഇനി എയർപോർട്ട് എങ്ങാനും വെച്ചുകൊള്ളൂന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഇതൊരു പ്രാന്തത്തിര പോലെയാണ്. പക്ഷേ ഇത് പിന്നെയും പോയി. പുറത്തുണ്ടോന്ന് നോക്കട്ടെ ഗൈസ്. അതാണ് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. ഇവളെ ഞാൻ ഇന്ന് ചവിട്ടിത്തെറിപ്പിക്കും ഈ സിറ്റിന്ന്. എൻ്റെ കിക്ക് ഇവിടെ ആർക്കും അറിയില്ല ഗൈസ്. എന്നെ ഒന്ന് ശരിയാക്കി തരാം. ഇതാര് ഈ നേരത്തടിക്കുന്നു? ഇവനാ ഫോർച്യൂണർ ഞാനാണ്. ഹലോ. എടാ ഇത് ഞാനാണ്. എടാ പിന്നെ നീ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഒരു എന്തോ ഡാൻസിങ് അങ്ങനെ എന്തോ ഒരു സ്ത്രീനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സ്ത്രീ ഇതാണ്ട് നമ്മുടെ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എത്രയും വേഗം നീ പുറത്താണെങ്കിൽ ഉള്ളിൽ കയറിക്കോ. ആ സ്ത്രീ കത്തി വെച്ച് കുത്തി കൊല്ലുന്നതാണ്. നീ അതിനെ കണ്ടാൽ നീ അതിനെ മെയിൻ ചെയ്യാതിരുന്നു. നീ എൻ്റെ വീടിൻ്റെ ഡോറിലല്ലോ. ഞാൻ അതുകൊണ്ടാണ് നിനക്ക് വേഗം വിളിച്ചത് കേട്ടോ. ഞാനിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ട്, പിന്നെ അതിനെ കണ്ടില്ല. എടാ ഒരു കാര്യമുണ്ട്. നീ വേഗം വെക്ക്, എനിക്ക് കുറച്ചാൾ കൂടി. ഒരു മിനിറ്റടാ. ആ സ്ത്രീയുടെ ഡ്രസ്സിന്റെ കളർ എന്താ? അതൊന്നും എനിക്കറിയില്ല. ഷോടോ അവൻ വെച്ച് ഗൈസ്. ഇതാ